നിയന്ത്രണങ്ങൾ വന്നതോടെ തൊഴിൽ വിപണിയിൽ നിരവധി ഒഴിവുകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിച്ചത്. എന്നാൽ ഈ തൊഴിൽക്ഷാമം പരിഹരിക്കാനായി കുടിയേറ്റക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലന്വേഷകർക്ക് കൂടുതൽ അവസരങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് കാനഡ ഇപ്പോൾ രംഗത്ത് വന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ കണക്കനുസരിച്ച് 2024 അവസാനത്തിൽ 5,46,100 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ 2022 Q2 9,83,600 എന്ന കൊടുമുടിയിൽ നിന്ന് ഗണ്യമായ ഇടിവാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കൂടാതെ തൊഴിലവസരങ്ങൾ ആകെ ഒന്ന് കുറയുന്നുണ്ടെങ്കിലും ചില വ്യവസായങ്ങൾ ഇപ്പോഴും വളർച്ചയിലാണ്. അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർക്ക് ഈയൊരു മേഖലകളിൽ തൊഴിൽ ഉറപ്പാക്കാനുള്ള അവസരങ്ങൾ അവതരിപ്പിക്കുകയാണ് കാനഡ. ഇമിഗ്രേഷൻ ന്യൂസ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് ഡിസംബർ 16 മുതലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സ്ഥിരവും താൽക്കാലികവുമായ ജോലി ഒഴിവുകളിൽ കുറവ് കാണിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സ്ഥിരം തസ്തികയിൽ നിന്ന് 27,800 ആളുകളാണ് ജോലിയിൽ നിന്ന് പോയത്. നിയന്ത്രണങ്ങൾ ശക്തമായതോടെ പലരും തൊഴിലുപേക്ഷിച്ച് പോവുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കൂടാതെ താൽക്കാലിക റോളുകളിൽ 4,100 ആണ് കുറഞ്ഞത്. ഇതിൽ മുഴുവൻ സമയ സ്ഥാനങ്ങളും 19,300 കുറഞ്ഞിട്ടുണ്ട്. അതേസമയം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പാർട്ട് ടൈം ജോലിയിൽ നിന്ന് 12,600 കുറഞ്ഞു. ഇതോടെ തൊഴിലില്ലായ്മ തൊഴിൽ ഒഴിവുകളുടെ അനുപാതം 2.6 ഉയർന്നു. ഇതിന് കാരണം ലഭ്യമായ എല്ലാ തൊഴിലുകൾക്കും ഇപ്പോൾ 2.6 തൊഴിലില്ലാത്ത വ്യക്തികളുണ്ട്. ഇത് മുൻപാദത്തിലെ 2.0 ആയിരുന്നു. അതേസമയം ചില മേഖലകളിൽ തൊഴിലവസരങ്ങൾ കുറവാണ്. 10 പ്രധാന തൊഴിൽ ഗ്രൂപ്പുകളിൽ 4 മാത്രമാണ് ഗണ്യമായ തകർച്ച നേരിടുന്നത്. ഇനി ഓരോ മേഖലകളിലുമുള്ള ഒഴിവുകൾ നോക്കാം. സെയിൽസ് ആൻഡ് സർവീസ് തൊഴിലുകൾ 12,600 ഒഴിവുകളാണ് കുറഞ്ഞത്. ആരോഗ്യമേഖല 8,200 ഒഴിവുകളുണ്ട്. ട്രേഡുകൾ, ഗതാഗതം, ഉപകരണ ഓപ്പറേറ്റർമാർ എന്നീ മേഖലയിൽ 6,900 ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഇനി ഉയർന്ന തൊഴിൽ ഒഴിവുള്ള വ്യവസായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2024 അവസാനത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചത് ഈ പറയുന്ന സ്ഥാപനങ്ങളിലാണ്. ഫുഡ് കൗണ്ടർ അറ്റൻഡുകൾ, കിച്ചൺ ഹെൽപ്പർമാർ, അനുബന്ധ ജോലികൾ ഇവിടെ മാത്രം 30,130 ഒഴിവുകളാണ് ഉള്ളത്. രജിസ്റ്റർ ചെയ്ത നഴ്സുമാരും സൈക്യാട്രിക് നഴ്സുമാരും ഈ ഒരു മേഖലയിൽ 23,905 ഒഴിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്വൽ വ്യാപാരി മേഖലയിൽ ഏകദേശം 19,970 ഒഴിവുകളും രേഖപ്പെടുത്തി. നഴ്സ് സഹായികൾ, ഓർഡറുകൾ, പേഷ്യന്റ് സർവീസ് അസോസിയേറ്റ് തുടങ്ങിയ മേഖലയിൽ മാത്രം 17,170 ഒഴിവുകളുണ്ട്. ഇനി ട്രാൻസ്പോർട്ട്, ട്രക്ക് ഡ്രൈവർമാർ എന്നീ മേഖലയിൽ 13,170 ഒഴിവുകളാണ് രേഖപ്പെടുത്തിയത്. കാനഡയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയിൽ പ്രത്യേകിച്ച് ആരോഗ്യ സംരക്ഷണം, റീറ്റെയിൽ, ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ ജോലി തേടുന്ന കുടിയേറ്റക്കാർക്ക് ഈ ഒരു സ്ഥാനങ്ങൾ മികച്ച അവസരങ്ങളാണ് തുറക്കുന്നത്. ശക്തമായ വാർഷിക വളർച്ചയുള്ള തൊഴിൽ മേഖലകൾ കൂടി ഇനി പരിചയപ്പെടാം. അഗ്നിശമന സേനാംഗങ്ങൾ ഒഴിവുകളിൽ 93.4% വർധനമുണ്ടായിട്ടുണ്ട്. വികലാംഗരുടെ അധ്യാപകർ 74.6% വർധനവ്. കൂടാതെ ഉൽപാദന, ഗതാഗത, ലോജിസ്റ്റിക് കോർഡിനേറ്റർമാർ 72.6% വർദ്ധിച്ചു. ഇനി സാമ്പത്തിക ഉപദേഷ്ടാക്കൾ 54.7% വർധനമുണ്ടായിട്ടുണ്ട്. കൂടാതെ സിവിൽ എഞ്ചിനീയർ വിഭാഗത്തിൽ 38.1% വർദ്ധിച്ചത്. അടിയന്തര സേവനങ്ങൾ, ലോജിസ്റ്റിക്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ ആവശ്യക്കാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഈ തൊഴിലുകൾ സൂചിപ്പിക്കുന്നു. ഇത് കുടിയേറ്റക്കാർക്ക് പര്യവേഷണം ചെയ്യുന്നതിനുള്ള പ്രധാന മേഖലകളാക്കി മാറ്റുന്നു. അതേസമയം തൊഴിലൊഴിവുകൾ മൊത്തത്തിൽ കുറയുന്നുണ്ടെങ്കിലും ചില മേഖലകൾ കുടിയേറ്റക്കാർക്ക് അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് തുടരുകയാണ്. ഹെൽത്ത് കെയർ, ലോജിസ്റ്റിക്, ഫിനാൻസ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ സ്ഥിരതയുള്ള തൊഴിൽ ഉറപ്പാക്കാനും കാനഡയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ കുടിയേറ്റക്കാർക്ക് സാധിക്കും.